ഹായ് ഓൾ, എല്ലാവർക്കും സുഖാണിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് ജേർണലിങ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്കിഷ്ടമായിട്ടുള്ള രീതിയിൽ കളേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ മുൻപ് ഉണ്ടാക്കിയിട്ട് ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് സേവ് ആയിട്ടുണ്ടാവും. അത് ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈന് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിലൊരു പുതിയ പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പുതിയ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ടു ഡു ലിസ്റ്റ് എന്ന് നിങ്ങൾ സെർച്ചിൽ അടിച്ചു കൊടുത്താൽ ഒരുപാട് ടു ഡു ലിസ്റ്റിൻ്റെ മോഡൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ടു ഡു ലിസ്റ്റിൻ്റെ ഡിസൈന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇതിൽ നമുക്ക് കളറൊക്കെ ഇഷ്ടമായിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ആ ഡിസൈൻ നമുക്ക് മാറ്റി വെക്കേണ്ട. ആ കളേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടു ഡു ലിസ്റ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക. ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലത്തുള്ള ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ടു ഡു ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പിൻ്റെ അവിടെ ടു ഡു ലിസ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ ഫോണ്ടിൻ്റെ സ്റ്റൈലും കളേഴ്സും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ ഫോണ്ടിന്ന് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫോണ്ടിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ ഓരോന്നും നിങ്ങൾ എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് കറക്റ്റ് സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, അതിന് വെക്കാം. അതിനുശേഷം ഡേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ടു ഡു ലിസ്റ്റിന് ഡേറ്റ് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഏത് ദിവസത്തെ ടു ഡു ലിസ്റ്റാണ് ഉണ്ടാക്കുന്നത് ആ ദിവസത്തെ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. അതിനെയും കളേഴ്സും ഫോണ്ടിൻ്റെ സ്റ്റൈലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതേപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൻ്റെ രീതിയിൽ കളേഴ്സും ഫോണ്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ടു ഡു ലിസ്റ്റിൻ്റെ അടിയിൽ തൊട്ടടിയിൽ നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റും. എന്നിട്ട് എലമെൻറ്റ്സിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ജേർണലിങ്ങിൽ ഉപയോഗിക്കാൻ വിചാരിക്കുന്ന സ്റ്റിക്കേഴ്സ് നിങ്ങൾ ആ സെർച്ചിൽ നിങ്ങൾ കൊടുക്കുക. ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് ജേർണലിങ് സ്റ്റിക്കേഴ്സ് എന്നാണ്. ഇപ്പോൾ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് അങ്ങനെ അടിച്ചു കൊടുത്താൽ അങ്ങനത്തെ അത് വരും. ഇപ്പോൾ ഞാൻ വിൻറ്റേജ് ടൈപ്പാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ കാണാം. പക്ഷേ ഇതിലധികവും നമുക്ക് പ്രോ എന്ന് കാണാം. അപ്പോൾ അതെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പേയ്മെൻറ്റ് ഇല്ലാത്തത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എവിടെയൊക്കെ വെക്കണം, അതിൻ്റെ കളേഴ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ താഴത്തെ ഓപ്ഷനിൽ കളേഴ്സ് എന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ കളേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാൻ കളേഴ്സൊന്നും മാറ്റുന്നില്ല. എനിക്ക് വിൻറ്റേജ് ടൈപ്പ് തന്നെ വേണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, അത് അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ആ കളേഴ്സൊന്നും മാറ്റുന്നില്ല. എന്നിട്ട് അതിൽ കുറച്ച് എലമെൻറ്റ്സും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറാണോ വേണ്ടത്, ഇപ്പോൾ ഇതൊന്നും ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ സ്റ്റിക്കർ വേണം, ക്യൂട്ടിന് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ബട്ടർഫ്ലൈ വേണം, അതടിച്ചു കൊടുക്കുക. എല്ലാ സ്റ്റിക്കേഴ്സും ഈ ക്യാൻവയിൽ ഉണ്ടാവും. പക്ഷേ ചിലത് ഇതേപോലെ പേയ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റിക്കേഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയാൽ അവിടെ നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറാണോ വേണ്ടത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ആ പിക്ചർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്കേഴ്സാക്കി വെക്കാൻ പറ്റും. അപ്പം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ ചെയ്യുന്നത് ബോക്സ് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതണ്ടേ, അതിന് ഞാൻ ബോക്സും സെലക്ട് ചെയ്തു. എന്നിട്ട് ഷേപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ബോക്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോക്സ് എടുത്തു. എന്നിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സൈസ് വേണം, ഏത് കളറ് വേണം, ഏത് ഷേപ്പ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഡിസൈൻ ചെയ്യാണ്. ഇപ്പം അതിൻ്റെ
സെൻറ്റർ ഭാഗവും അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റി എന്ത് ചെയ്യാണ്, ഒരു ഡിസൈൻ മാറ്റാണ്. അതേപോലെ അതിന് ലൈൻസ് കൊടുക്കുകയാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്, ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ ഈ ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ലൈൻസിനോട് അത്ര വലിയ രസം തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ലൈൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതും ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യുക. മൊത്തത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓരോ ബോക്സ് ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോക്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നേരത്തെ നമ്മൾ സെർച്ച് ചെയ്ത പോലെ ബോക്സ് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഷേപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ബോക്സ് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ നമ്മൾ പിക്ചറിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. അപ്പോൾ ഈ ഷേപ്പിൽ നിന്ന് ഞാൻ ഇഷ്ടമുള്ളൊരു ഷേപ്പ് എടുക്കുകയാണ്. അത് എന്ത് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിൻ്റെ രീതിയിൽ സൈസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് അതിനെ മാറ്റാം. നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു സൈസിലേക്ക് മാറ്റാം. അത് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ബോക്സും അവിടെ കൊണ്ടുവരാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഓരോന്ന് കൊണ്ടുവരാം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതിൻ്റെ താഴെ വന്നോളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്കിഷ്ടമുള്ള ടു ഡു ലിസ്റ്റ് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് അവിടെ എഴുതിയിട്ട് നമുക്കവിടെ കൊണ്ടുവെക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് എഴുതാം. ശേഷം നമുക്കിപ്പം അത് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്ക് ഇടണമല്ലോ. അതിന് നമുക്ക് ഈ സെർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടിക്ക് മാർക്ക് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, എവിടെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ടിക്ക് മാർക്ക് ഇടുക. പിന്നെ ക്രോസ് മാർക്ക് ഉണ്ടെങ്കിൽ അതും ഇടാം. ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോട്ട്സ്, റിമൈൻഡർ ഒക്കെ നിങ്ങൾക്ക് അവിടെ ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും ഇഷ്ടമായിട്ടില്ല, നേരത്തെ ചെയ്ത് തന്നെയാണ്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിസൈനിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ നിങ്ങൾ തിരഞ്ഞെടുക്കാം, അവിടെ പേസ്റ്റ് ചെയ്യാം. അത് വലിയ പണിയൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡിസൈന് ക്ലിക്ക് ചെയ്യുക, ടു ഡു ലിസ്റ്റ് സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിലിഷ്ടമുള്ള ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ തന്നെ അത് അവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ഷേപ്പ് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.